ഇതിന്റെ മെക്കാനിസം ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ? ഇതിപ്പോ ഫുള്ള് വർക്ക് കഴിഞ്ഞല്ലേ, വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതിന്റെ ഇപ്പൊ ചെവി, പിന്നെ കണ്ണൻ എങ്ങനെ ഉണ്ട്, പിന്നെ വാലൻ എങ്ങനെ ഉണ്ട്, പിന്നെ ഇതിന്റെ തല ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ നിൽക്കും. പിന്നെ ഇതിന്റെ തുമ്പിക്കയും ഇങ്ങനെ ഏകദേശം ഇവിടം വരെ പൊന്തിക്കാൻ പറ്റും. ആഫ്രിക്കൻ ആനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ആന എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോഴും ആനേനെ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക കൗതുക അല്ലെ. നമ്മളിപ്പോ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആനേനെ കണ്ടാൽ നമ്മള് എന്തായാലും നോക്കി പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആനേനെ വേണോ? ആഫ്രിക്കൻ ആനേനെയോ ഇന്ത്യൻ ആനേനെയോ ഏത് ആനേനെ വേണമെങ്കിലും വാ, ഇവിടെ ഉണ്ട്, ആനയുണ്ട്. നമ്മളിപ്പോൾ ചാലക്കുടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ആനകളുടെ ശില്പിയായിട്ടുള്ള ഒരു ചേട്ടൻ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് പ്രശാന്ത്. ഇത് പോട്ട ചാലക്കുടിയാണ് സ്ഥലം. ഞങ്ങള് 4 Arts ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണിത്. ആനകളാണ് മെയിൻ. അതിന് കൂടെ എല്ലാവിധ ആർട്ട് വർക്കുകളും ചെയ്യുന്നുണ്ട്. ആനകളാണ് മെയിൻ. എൻ്റെ പേര് പറഞ്ഞല്ലോ പ്രശാന്ത്. ഞങ്ങൾ 4 പാർട്ട്നേഴ്സാണ്. സാൻഡോ, ജിനേഷ്, റോബിൻ. അവരിപ്പോ ഓൾറെഡി ഞങ്ങളുടെ അപ്പുറത്തെ സൈറ്റിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു തിരക്കിലാണ് മൊത്തത്തില്. എത്ര വർഷമായി ഇങ്ങനെ ഈ ഒരു ഇത് തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 5 കൊല്ലമായി ഇങ്ങനെ ഒരു കമ്പനി ആയിട്ട് തുടങ്ങിയിട്ട്. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തത് ദുബായ് പൂരം ഞങ്ങളെ ചെയ്തു കൊടുത്തത് ദുബായിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കമ്പനിയായിട്ട് രൂപീകരിച്ചത്. ഇപ്പൊ ഏകദേശം ഒരു 140ഓളം മെക്കാനിക്കൽ എലിഫന്റ്സിനെ ഞങ്ങൾ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. അമേരിക്ക, സ്പെയിൻ, UK, കാനഡ അങ്ങനെയുള്ള എല്ലാവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. കെനിയയിലേക്കാണ് ആഫ്രിക്കൻ എലിഫന്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോ ഈ ആനകളുടെ ഇതുപോലെയുള്ള ഒരു ശില്പി ആവാൻ എന്തെങ്കിലും പ്രചോദനം ഉണ്ടായിരുന്നോ? അങ്ങനത്തെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ മെക്കാനിക്കൽസ് നമ്മൾ ഒരു 15 കൊല്ലം മുമ്പ് തന്നെ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പൊ ദുബായ് പൂരത്തിന്റെ ആൾക്കാർ പറഞ്ഞിട്ടാണ് നമ്മൾ ദുബായിക്ക് വേണ്ടിയിട്ട് ലൈഫ് സൈസിലെ എലിഫന്റിനെ ആദ്യമായിട്ട് ചെയ്തത്. അവർക്കത് ചെയ്ത് അത് സക്സസ് ആയതിനു ശേഷം നമുക്ക് വളരെ ഓർഡറുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ആന മേക്കിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എലിഫന്റ്സ് എന്നുള്ള ഒരു തീമിലേക്ക് നമ്മൾ വന്നത്. ചേട്ടൻ ഇപ്പൊ ഈ ആഫ്രിക്കൻ എലിഫന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇതിപ്പോ നമ്മള് 1 കൊല്ലം മുമ്പ് കെനിയയിലേക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്താണ്. കെനിയക്കാർക്ക് അവർക്കൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 3 ആന വേണമെന്ന് പറഞ്ഞു, മെക്കാനിക്കൽ തന്നെ. അപ്പൊ അവർക്ക് അവിടെ ജീവിച്ചിരിക്കുന്ന ക്രേഗ് എന്നും വന്നിട്ടുള്ള സൂപ്പർ ട്രസ്കർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആന. അപ്പൊ അതിനെ തന്നെ ഉണ്ടാക്കണം വന്നിട്ട് നമ്മൾ അവരെ കെനിയയിലേക്ക് അവർ നമ്മളെ ക്ഷണിച്ചു. അപ്പൊ അവിടെ പോയി നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു 6 പേര് പോയി സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 3 മെക്കാനിക്കൽസിന് നമ്മൾ ആഫ്രിക്കയിൽ കെനിയക്കാർക്ക് ഉണ്ടാക്കിയത്. ഇപ്പോഴും കെനിയ തന്നെ വേറെ ഓർഡർ ഉണ്ട്. അതാണ് ഇപ്പൊ വേറെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ ഒരു ആനേനെ ഉണ്ടാക്കാനായിട്ട് എത്ര ദിവസം നമുക്ക് വേണ്ടി വരും? ഇപ്പൊ നമുക്ക് ഒരു മെക്കാനിക്കൽ എലിഫന്റിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൊണ്ടൊക്കെ ഒരെണ്ണം ചെയ്തു കൊടുക്കാൻ പറ്റും. ഫുള്ള് വർക്ക് കഴിച്ചു കൊടുക്കാൻ പറ്റും അർജന്റൊക്കെ ആണെങ്കിൽ. അത് ശരി. നമ്മൾ ഓൾറെഡി ഒരു 25ഓളം സ്റ്റാഫുകൾ ഉണ്ട്. ഈ എലിഫന്റിനെ ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയലുകൾ എന്തൊക്കെയാ? ഇത് നമ്മള് ഫൈബർ, റബ്ബർ എന്നുള്ള മെറ്റീരിയലൊക്കെയാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. മെയിനായിട്ട് ഫൈബർ ആണ് ഇതിന്റെ ബോഡിയൊക്കെ. പിന്നെ അനങ്ങണ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ റബ്ബറിലാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു 5ഓളം മോട്ടറുകളുണ്ട്. അത് DC മോട്ടറുകളാണെല്ലാം. നല്ല ക്വാളിറ്റിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മെക്കാനിക്സ് നമ്മൾ ഫുള്ള് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യണത്. അത് ഇപ്പോൾ സെയിൽ ആയതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലൈന്റുകൾ വരും. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കൊമ്പൊക്കെ ഫൈബർ, എല്ലാം ഫൈബറാണ്. കൊമ്പ് ഇതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അനങ്ങണാനല്ല, ഇത് സ്റ്റില്ലാണ്. അപ്പൊ ഇത് ഫുള്ള് സ്റ്റില്ലായതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് ഫൈബറാണ് വന്നേക്കാം. അതേസമയം മെക്കാനിസം വരുമ്പോൾ നമ്മൾ അകത്ത് കണ്ടില്ലേ, അതിന്റെ ഈ ഭാഗങ്ങളൊക്കെ റബ്ബറായിരിക്കും. സ്മൂത്ത് ആയിട്ട് ഇളകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പൊ നമ്മള് ആഫ്രിക്കൻ ആനയും ഇന്ത്യൻ ആനയും മേക്കിംഗ് ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാ അതിന്റെ ഡിഫറൻസ്? ആഫ്രിക്കൻ ആനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ സ്കിന്നിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ ചെവി, അങ്ങനെ ഒരുവിധം നമ്മുടെ നാടൻ ആന വിട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ ആനകളെ വിട്ടിട്ട് അത്യാവശ്യം കാണുമ്പോ തന്നെ നല്ല സൈസും പിന്നെ അതിന്റെ സ്കിൻ ടോണൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ കൊമ്പ് വ്യത്യാസമുണ്ട്. കൊമ്പ് നല്ല സൈസുള്ള കൊമ്പുകളായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി ആഫ്രിക്കയിൽ പോയിട്ട് നമ്മൾ ആനയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ പിടിയാനകൾക്ക് കൊമ്പ് വലിയ കാര്യം ഉണ്ടാവില്ല. പക്ഷെ ആഫ്രിക്കൻ ആനകൾക്ക് പിടിയാനയ്ക്ക് നല്ല ലെങ്ത് ഉള്ള കൊമ്പുള്ള പിടിയാനകളുണ്ട്. അത് ശരി. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ആനകള് വെക്കാറുണ്ട് ആളുകൾ. പക്ഷെ അതൊന്നും അനങ്ങില്ല, സ്റ്റാച്യു പോലെ നിൽക്കും. പക്ഷെ ഇവിടുത്തെ ആനകൾ എങ്ങനെയാന്ന് വെച്ചാൽ ചെവി കാട്ടി തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ സംവിധാനം എന്ന് നമുക്ക് ചേട്ടനോട് ചോദിക്കാം.
ചേട്ടാ അത് അത് ഫുള്ള് നമ്മള് മെക്കാനിക്സ് ആണ് അതിന്റെ ഉള്ളില്. അതിനുള്ളില് 5ഓളം മോട്ടർ, നേരത്തെ പറഞ്ഞ പോലെ 5ഓളം മോട്ടറുകളുണ്ട്. ആ മോട്ടറുകളിൽ വഴിയാണ് ഇത് വർക്ക് ചെയ്യണത്. മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ആനകളുടെ ചെവിയും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതിനുള്ള കണക്ഷനുകൾ കൊടുത്തിട്ട് അതിന്റെ മോട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ അതൊരു ലൈവ് ജീവനുള്ള ആനകളുടെ മാതിരിയാണ്. ഇതിന്റെ ചെവി അനങ്ങും, കണ്ണനങ്ങും, പിന്നെ വാലനങ്ങും, അതിന് തുമ്പിക്കയോട് വെള്ളം ചൂറ്റാൻ പറ്റും, തുമ്പിക്ക ഉയർത്താൻ പറ്റും, പിന്നെ അതിനെ നീക്കാനായിട്ട് വീലുകളുണ്ട്, നമുക്ക് അങ്ങോട്ട് നീക്കാൻ പറ്റും. കാരണം ഒരുവിധം ജീവനുള്ള ആനയുടെ മാതിരി നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മള് മറ്റേ വയറിനടക്കം ചെയ്യാൻ പറ്റും, പിന്നെ തലവെടുപ്പ്, അങ്ങനെയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ കസ്റ്റമർ എന്ത് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. ആളുകൾ വീടുകളിലേക്ക് മേടിച്ചു കൊണ്ടുപോകും. വീടുകളിൽ വളരെ കുറവാണ്, കാരണം ഇതൊരു മെക്കാനിക്കൽ ആയതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ വെച്ചിട്ട് ആൾക്ക് അങ്ങനെ നമ്മൾ വീട്ടുകാരോട് നമ്മൾ പറയും, അങ്ങനെ നിർബന്ധമായിട്ട് വേണ്ടവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് ശരിക്കും ഒരു ബിസിനസ് പർപ്പസ് ആണ്. ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിലോ ആൾക്കാരെ അട്രാക്ട് ചെയ്തിട്ട് ഒരു ബിസിനസ് പിടിക്കാനൊക്കെ ആയിട്ടാണ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അമ്പലങ്ങളിലേക്ക്, വളരെയധികം അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുമാതിരി തന്നെ പാർക്കുകൾ, സർക്കസുകളിൽ, ട്രെയിനിലെ സർക്കസിൽ നമ്മുടെ ആനകൾ ഉപയോഗിക്കുന്നുണ്ട് 4 പിന്നെ റാംബോ സർക്കസിൽ നമ്മുടെ ആനയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മെയിൻ ആയിട്ട് ആന എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ്. അട്രാക്ഷന് വേണ്ടിയിട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നും. പിന്നെ നമ്മൾ ഇതിനൊരു കൊല്ലം നമ്മൾ വാറന്റി പറയേണ്ട, അതിന്റെ ഉള്ളിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പക്കാ ഒരു എന്താ പറയാ ഒരു കമ്പനി മാതിരിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ മെക്കാനിസം ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ? ഇതിപ്പോ ഫുള്ള് വർക്ക് കഴിഞ്ഞല്ലേ, വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതിന്റെ ഇപ്പൊ ചെവി, പിന്നെ കണ്ണനങ്ങനുണ്ട്, പിന്നെ വാലനങ്ങനുണ്ട്, പിന്നെ ഇതിന്റെ തല ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ നിൽക്കും. പിന്നെ ഇതിന്റെ തുമ്പിക്കയും ഇങ്ങനെ ഏകദേശം ഇവിടം വരെ പൊന്തിക്കാൻ പറ്റും. പിന്നെ വെള്ളം ചീറ്റാൻ പറ്റും. വെള്ളം ചീറ്റിൽ ചേച്ചി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത്, അത് പിടിച്ചോ, ചിലപ്പോ വെള്ളം വരും. ഇല്ല, അതിൽ കട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നണം, സോറി ട്ടാ, കട്ട് ചെയ്തിട്ടില്ല. അത് പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ വെള്ളം ചീറ്റാൻ പറ്റും. പിന്നെ ഇതില് നമ്മള് ഇത് 10 അടിയുള്ള ആനയാണ് ശരിക്കും പറഞ്ഞു. 10 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ 7.5 അടിയുണ്ട്, 8.5 അടിയുണ്ട്, 9.5 അടിയുണ്ട്, 10 അടിയുണ്ട് മെക്കാനിക്സ് ഉള്ളത്. പിന്നെ 11 അടിയുള്ള ആഫ്രിക്കൻ എലിഫന്റ് ഉണ്ട്. അപ്പൊ ഇത് കസ്റ്റമൈസ്, അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏത് സൈസും അതിന് മാത്രമേ അതിന്റെ മെക്കാനിക്സിനനുസരിച്ചാണ് പൈസ വരാം. മെക്കാനിക്സ് അനുസരിച്ച് കഴിഞ്ഞാൽ ചില വർക്കുകൾ നമുക്ക് ചിലർ പറയും ചെവി മാത്രം അണിയാൽ മതി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് റേറ്റ്. ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് തുമ്പിക്ക അടക്കം മോഡലിൽ പോകുന്നുണ്ട്. അതിനാകുമ്പോൾ വേറെ റേറ്റ്. അത് നമ്മൾ കസ്റ്റമൈസ് ആയിട്ടുള്ള റേറ്റുകളാണ് എല്ലാത്തിനും വരാം. പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഇല്ല ശരിക്കും. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോ ജീവനുള്ള പോലെ തോന്നുന്നു, കണ്ണൊക്കെ ചെലിക്കണ കാരണം. കണ്ണൊക്കെ അങ്ങനെ ഉണ്ട്. നല്ല രസമായിണ്ട്, ശരിക്കും ഫീൽ ചെയ്യും കണ്ണിലേക്ക് നോക്കുമ്പോ. ചെവിന്നുള്ള മുടി രോമം വരെ ഇതിപ്പോ നമ്മള് യു കെയിലേക്കാണ് ഈ ആന പോവാൻ പോണത്. ഇപ്പൊ ഇത് യു കെയിലേക്ക് പോകാന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ് ചെയ്യുമ്പോ ഏകദേശം ഈ ഭാഗത്ത് നിന്ന് കട്ടാക്കും. കട്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നെറ്റ് ബോൾട്ട് സ്റ്റെക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് അവർക്കത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ, അസംബിൾ ചെയ്യാൻ പറ്റും. അവർ ഓൾറെഡി നമ്മുടെ 2 ആനയെ കൊണ്ടുപോകുന്ന ടീമോളാണ്. അപ്പൊ അവർക്കത് ഇപ്പൊ അസംബ്ലിംഗ് ഒക്കെ അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നടക്കും. പിന്നെ ഇത് നമ്മൾ കെനിയ, ആഫ്രിക്കൻ കൺട്രിയിലേക്ക് പോകാനുള്ള ആനയാണ്. അവിടെ ഹോട്ടലിലേക്ക് വേണ്ടിയിട്ടാണ്. അത് ഈ മാർക്കറ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്യാനുള്ളതാണ്. കട്ട് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് അത് ജോയിൻ ചെയ്യണം. ശരി, ചിലപ്പോ ഇവിടെ കെനിയക്ക് നമ്മൾ പോകേണ്ടി വരും. അതിനാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോ ശരിക്കും ഒരു ഒറിജിനൽ ആന നിൽക്കുന്ന പോലെ തന്നെ. ഇപ്പൊ ചലനും കൂടി ആയപ്പം അത് എങ്ങനെയാ, അത് ചേട്ടനിപ്പം ശരിക്കും ഒരു ശില്പിയാണോ? അതെ, നമ്മള് ആദ്യം തൊട്ടേ ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു. ആന എന്നുള്ളത് അനുസരിച്ച് ആന മാത്രമല്ല കേട്ടോ, ഞങ്ങളിവിടെ ആനയുടെ കൂടെ തന്നെ പുലി, മറ്റേ കരടി, അങ്ങനെ എന്ത് പിന്നെ ശില്പങ്ങള്, ദൈവങ്ങളുടെ ശില്പങ്ങൾ, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. ആന എന്ന് പറഞ്ഞതിൽ കൂടുതൽ ഓർഡർ വരുന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആന എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂടുതലാണ്. നമ്മുടെ വർക്ക്ഷോപ്പിൽ അപ്പുറത്ത് നമുക്ക് പല പല സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് ആന മാത്രമല്ല, പുലിയും എല്ലാം ഞങ്ങൾ ചെയ്യേണ്ടത്. പുലി, മുതല, കരടി, അങ്ങനെയല്ല. ഇപ്പൊ ആനയാണ്, എന്ത് ജീവികളാണെങ്കിലും നമ്മൾ
കുറെയൊക്കെ നമ്മൾ വാച്ച് ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്ത് സംഭവം നമ്മളിപ്പോ ഇത് ഡയറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഫൈബറിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സിമെന്റിൽ നമ്മൾ ഒരു ശില്പം ഉണ്ടാക്കും. സിമെന്റിൽ ശില്പം ഉണ്ടാക്കിയിട്ട് അതുമേ നമ്മൾ മോൾഡ് എടുത്തിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മളിപ്പോ ഈ ആഫ്രിക്കൻ എലിഫന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി കണ്ടിരുന്നു. പിന്നെ അതുമാതിരി തന്നെ ഗൂഗിളിൽ നിന്ന് നെറ്റിൽ നിന്നൊക്കെ അതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് ഏകദേശം നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഈ കെനിയയിലുള്ള ആൾക്കാർ അവർ ഇവിടെ വന്ന് കണ്ട് അത് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മോൾഡ് എടുക്കുന്നത്. അപ്പൊ അതുമാതിരി തന്നെ ഇപ്പൊ നമ്മൾ 10 അടിയാണെങ്കിലും 8 അടിയാണെങ്കിലും ഇപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മളിപ്പം ഇത് എല്ലാ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളെ നിർത്തിയിട്ടും ചെയ്യുന്നുണ്ട് ഓൾറെഡി. അല്ല, നല്ല ഫിനിഷിംഗ് ഉണ്ട് ഓരോ ഭാഗങ്ങളും. ഇത് ഫുള്ളായിട്ട് നമ്മള് ഒരു എനിക്ക് തോന്നുന്നു 8 മാസം കൊണ്ടാണ് നമ്മൾ ഇതിന്റെ മോൾഡ് ഉണ്ടാക്കാനുള്ള മറ്റേ മെയിൻ ഫ്രെയിം തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് മോൾഡിലേക്ക് വരിക. മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആനയല്ലാതെ വേറെയും കുറെ മൃഗങ്ങള്, പിന്നെ വിഗ്രഹം, ദേവി, എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുമോ? പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ആന എന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഷിഫ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് ആന മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മളിപ്പോ പുലിയാണെങ്കിലും കരടിയാണെങ്കിലും പിന്നെ അതുമാതിരിയും ദൈവങ്ങളുടെ ശില്പങ്ങളാണെങ്കിലും വെള്ളച്ചാട്ടം, പാറക്കെട്ടവൻ, ആർട്ട്പരമായിട്ട് എന്ത് സംഭവം ഉണ്ടോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ശില്പങ്ങളും ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ സ്ഥാപനത്തിന്റെ അഡ്രസ്സ്, നമ്പറൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം, ആവശ്യപ്പെടാം. ഓക്കെ, പിന്നെ നമുക്ക് ഇത്രയും നേരം ഒരുപാട് തിരക്കിന്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ ചേട്ടൻ വിളിച്ചപ്പോൾ ഓടി വന്നത്. ഒരുപാട് തിരക്കുകളുണ്ട്. നേരത്തെ പറഞ്ഞു വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ തിരക്കാണ്. എന്നാലും ഇത്രയും നേരം നമ്മളോട് വളരെ നല്ല രീതിയിൽ നല്ല സഹകരിച്ച് നമ്മുടെ കൂടെ നിന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു തന്നു. അപ്പൊ ചേട്ടന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഇനി ഉണ്ടാവുക. എല്ലാവരും എന്ത് സംഭവം, എന്ത് ആർട്ട് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇന്ന സംഭവം എന്ത് ആർട്ട് വർക്ക് വേണമെങ്കിലും നമ്മുടെ ഇതിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ ചെയ്തു. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനലിന്റെ വക എല്ലാവർക്കും നന്ദി. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു.